ഹലോ ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരുടെ ബർത്ത്ഡേ ആണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. എത്രയൊക്കെ മെച്ചോർഡ് ആയെന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫിന്റെ ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും നമുക്ക് ഉറപ്പായിട്ട് ഒരാളുടെ സഹായം വേണ്ടി വരും. ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കാം, പക്ഷെ ഇനി എന്താ എന്നറിയാണ്ട് നമ്മൾ തീർന്നിരിക്കുമ്പോഴേക്കും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്തായാലും ഒരാളെ വിടും. എൻ്റെ ലൈഫിൽ അതെന്റെ ചേച്ചിയാട്ടോ. ഈ റിയലൈസേഷൻ വന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാട്ടോ. എനിക്ക് സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആരും എൻ്റെ കൂടെ നിൽക്കാത്തപ്പോൾ എൻ്റെ കൂടെ നിന്ന ഒരാളാണ്. എൻ്റെ ഭാഗത്ത് ആ തെറ്റെന്ന് അറിഞ്ഞിട്ടും എനിക്ക് വേണ്ടിയിട്ട് നിന്ന് എൻ്റെ കൂടെ നിന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ അവരെയും പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും നാളും എൻ്റെ കാര്യം വീട്ടിൽ ഒറ്റ കൊടുത്തുകൊണ്ടിരുന്ന പപ്പാനെയും അമ്മേനെ കൊണ്ട് വഴക്ക് പറയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾ എനിക്ക് സീരിയസ് ആയിട്ടൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്നു എന്നറിഞ്ഞപ്പോൾ അന്ന് മുതൽ എനിക്ക് മനസ്സിലായി, ഓക്കേടാ ഞാൻ സുരക്ഷിതമായ കൈകളിലാണ്. എല്ലാവരും ഓരോരോ കാര്യങ്ങൾ കട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അപ്പുറത്തെ വീട്ടിലെ മാങ്ങ പോയി പറിക്കുക, പിന്നെ കൂട്ടുകാരുടെ വീട്ടിൽ ഒളിച്ചു പോവുക, പിന്നെ പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുക, അതെല്ലാം അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഞാനിതെല്ലാം ചെയ്തിട്ടുള്ളത് എൻ്റെ ചേച്ചിയുടെ കൂടെയാണുള്ള കാഴ്ചപ്പാട്. എന്ത് പറയുന്നു, എൻ്റെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് എന്നെ മാറ്റിയത് എൻ്റെ വലിയേച്ചി എൻ്റെ ലൈഫിൽ എപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തു തുടങ്ങി അന്ന്. പക്ഷെ എൻ്റെ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു കുലസ്ത്രീയും കളിച്ചുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ഒന്നും ആകാണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു വലിയേച്ചി വേണം എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.